ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. വേറെ ആർക്കല്ല, നമ്മളെ ചിറ്റയ്ക്കാണ് കൊടുക്കുന്നത്. ഇന്ന് ചിറ്റേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ചിറ്റാന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ ഇളയ അനിയത്തി. അപ്പോൾ അമ്മച്ചിൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങളിതൊക്കെ സെറ്റ് ആക്കുന്നത്. വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ബലൂണും പിന്നെ ചെറിയ LED ലൈറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ ചെയ്യാനാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ ഈ റെഡും വൈറ്റും ബലൂൺ എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ കളർ അതാണ് കേട്ടോ, റെഡും വൈറ്റും ആണ്. ഇങ്ങനെ എന്താ ഞങ്ങൾ ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഡിയോ ഓണാക്കിയ പോലത്തെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ബലൂണൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേനും ഐവിനും ഉണ്ണിച്ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും മാധവും ജാനിയും സോനും മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതാ ഉണ്ണിച്ചേച്ചിയും കൂടെ വന്ന് ഞങ്ങളുടെ ചിറ്റേന്റെ പിറന്നാളാണ്. ഞാൻ കേക്ക് കാണിച്ചാ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ കേക്ക്. റെഡിലും വൈറ്റിലും വരുന്ന ഒരു കുഞ്ഞു കേക്കാണ് കേട്ടോ. ഉണ്ണിച്ചേച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ വീർപ്പിച്ച് വെച്ച ബലൂണൊക്കെ ഐവിന് ഓരോന്നോരോന്നായി പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പൊട്ടിയപ്പോൾ തന്നെ അവൻ ചെറുതായി പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അമ്മച്ചന്മാരത്തെ കൊല്ലായി കുത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ചിറ്റേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അത് കുട്ടിയാൻ്റെയും ലീലമ്മയും കൂടെ ഫുഡൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ലീലമ്മ. ലീലമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കുട്ടിയാൻ്റി, അമ്മേൻ്റെ അനിയത്തി. അപ്പോൾ ഞങ്ങളെ ഫുഡ് എന്ന് പറയാൻ കൊയ്ക്കട്ടയും പിന്നെ ചിക്കൻ കറിയും പൂളയും പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതാ ഡെക്കറേറ്റ് ചെയ്യാനും കൂടെയാണ് കേട്ടോ ഉള്ളൂ. നേരത്തെ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ LED ലൈറ്റ്. ഇത് സോനുവിൻ്റെ ബർത്ത്ഡേക്ക് ഏറ്റാൻ കുട്ടിയാൻ്റെ വാങ്ങിയതായിരുന്നു. സംഭവം അത് ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഡെക്കറേറ്റ് ആക്കി വെച്ചത്. ആ ടേബിളിൽ ബലൂൺ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ LED ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് കാത്തു കുത്തിരിക്കുന്ന ചിറ്റേനാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഇതാ ഈ ഒരു ഡ്രസ്സും പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമും ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ടേബിളിൽ സെറ്റാക്കി വെച്ച് ഞങ്ങളെല്ലാവരും ഉമ്മാരുടെ വാതിലൊക്കെ അടിച്ച് അടുക്കളയിലാണ് കേട്ടോ പോയി നിൽക്കുന്നത്. ചിറ്റ വാതിൽ തുറന്നിട്ട് ഈ സർപ്രൈസൊക്കെ ഇങ്ങനെ കാണണം, അതൊക്കെയായിരുന്നു ഞങ്ങളെ പ്ലാനിങ്. കുറേ സമയം അടുക്കളയിൽ കുത്തുന്നിട്ടൊന്നും ചിറ്റ വരുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ ഉമ്മാരുടെ കൊലായിൽ പോയി കുത്തിരുന്നു. അങ്ങനെ രജീഷ് പാപ്പനും ഗോപേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം വരും എന്നുള്ളൊരു ന്യൂസ് എത്തിയപ്പം വേഗം കേക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് ലൈറ്റൊക്കെ ഓഫാക്കി LED ലൈറ്റൊക്കെ ഓണാക്കി ഞങ്ങൾ കുറച്ച് സമയം അകത്തിരുന്ന്. ഗൈസ്, ഒരു സർപ്രൈസ് കൊടുക്കാൻ കാത്തിക്കണം മണിക്കൂറുകളായി. അങ്ങനെതാ പിന്നെ കുട്ടിയാൻ്റെ ഉണ്ണിച്ചേച്ചിയൊക്കെ അകത്ത് പോയിരിക്കാണ് കേട്ടോ. ഇപ്പം വരും എന്ന് വിചാരിച്ചിട്ട്. ഗൈസ്, നമ്മൾ കാത്തിരുന്ന ആളിവിടെ എത്തിയിട്ടുണ്ട്. അമ്മച്ച മുന്നിൽ നാടൻ എന്താ പിന്നെ പറയണ്ടേ. ചിറ്റ വരുന്ന വീഡിയോ ജനലിൻ്റെ അടുത്തൂടെ എടുക്കാന്ന് വിചാരിച്ചാണ്. കറക്റ്റ് അമ്മച്ചൻ ചിറ്റാൻ്റെ മുന്നിൽ അവിടെ പോയിന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾ വാതിൽ തുറന്നു വരുന്ന ആ ഒരു എൻട്രി ആണ് കേട്ടോ എടുക്കാൻ നിൽക്കുന്നത്. വരുമ്പം വിളിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് പോയതാണ് കേട്ടോ ചക്കു. സംഭവം വിളിക്കേണ്ട കാര്യം എല്ലാവരോടും അങ്ങ് മറന്നുപോയി. പിന്നെ ചിറ്റൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചക്കു വരുന്നത്. ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കണ ആദ്യമായിട്ടാണ്. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ സർപ്രൈസ് ആയിട്ടുണ്ട് ചിറ്റ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ അതാ ഉണ്ണിച്ചേച്ചി നമ്മളെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ കിടിക്കുന്നുണ്ട് കേട്ടോ ചിറ്റേനെ. അങ്ങനെ അതാ ഐവിനും ചിറ്റയും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാനില്ല, ഇതിന് ഞാനില്ല. ഫോട്ടോസ് ഇല്ല.
നോക്കണേ. ഇവിടെ എന്റെ കുഞ്ഞോളച്ചിന്റെ ഒരു ഫോട്ടോ ഞാൻ തെരഞ്ഞെടുത്ത് കാണാറ്റ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അയച്ചു കൊടുത്താതെ എന്നോട് കിട്ടു. ഞങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചു ഗൈസ് ഗിഫ്റ്റ് കൊടുത്ത ഫോട്ടോ ഫ്രെയിമിൽ ഉണ്ണിച്ചേച്ചിന്റെ അമ്മച്ചന്റെ ആദവിന്റെ ഫോട്ടോ മാത്രമല്ലായിരുന്നു കേട്ടോ. അതിന്റെ സങ്കടമാണ് ഉണ്ണിച്ചേച്ചി ഇങ്ങനെ പറയുന്നത്. പിന്നെ ആ സങ്കടം മാറ്റാതെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. അങ്ങനത്തെ എല്ലാരും കൂടെ ഫുഡൊക്കെ കഴിച്ചിന് ഞങ്ങൾ പോവാൻ നിൽക്കാണ് കേട്ടോ. മഴ പെയ്യുന്നോണ്ട് ഇതാ ഞങ്ങൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ബർത്ത്ഡേ ഞങ്ങൾ എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.